എം ലോറൻസിൻ്റെ മരണം അത് എറണാകുളം അവിടുത്തെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. 4 മണി വരെ പൊതുദർശനമുണ്ടായിരുന്നു. 4 മണിക്ക് ശേഷം അവിടെ ചില നാടകീയ രംഗങ്ങളുണ്ടായി. ആ ഇളയ മകൾ ആശ ലോറൻസിൻ്റെ പിതാവിൻ്റെ ശവശരീരം പള്ളിയിൽ കൊണ്ടടക്കണം. അദ്ദേഹത്തിന് അവസാന സമയത്ത് വിശ്വാസമുണ്ടായിരുന്നു പള്ളിയിൽ. അതുകൊണ്ട് അത് മെഡിക്കൽ കോളേജിൽ എൻ്റെ പിതാവിൻ്റെ ശരീരം വിട്ടുകൊടുക്കരുത് എന്ന് ഇളയ മകൾ ആശയും മകനും കൊച്ചുമകനും അവർ ഇപ്പം BJP വിശ്വാസികളാണ്, അല്ലെങ്കിൽ BJP രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി എന്നൊക്കെ വാർത്തയുടെ ഇടയ്ക്ക് പറയുന്നത് കേട്ടു. ഇവിടെ ലോറൻസ് ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കേരളത്തിലെങ്ങും അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രത്യേക ആദർശങ്ങളുണ്ട്. കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിന് പല ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. പക്ഷെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാറി എന്ന് മകള് പറയുന്നു. അതേസമയത്ത് ഇത് മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ പാടില്ല, എൻ്റെ പിതാവിൻ്റെ ശരീരം ജഡം പള്ളിയിലടക്കണം, എൻ്റെ അമ്മയുടെ ഒപ്പം അടക്കണം, അമ്മയുടെ ആഗ്രഹം അതായിരുന്നു. എൻ്റെ സഹോദരന് ഇത് പാർട്ടിക്ക് വിട്ടുകൊടുത്ത് അത് മെഡിക്കൽ കോളേജിൽ അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ ഈ മൃതദേഹം വിട്ടുകൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായി. അതനുസരിച്ച് പാർട്ടി പ്രവർത്തകരും എല്ലാവരും മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. അത് ഇളയ മകനും കൊച്ചുമകനും തടഞ്ഞു. വളരെ നാടകീയ മുഹൂർത്തങ്ങൾ അവിടെ ഉണ്ടായി. ആ ഇളയ മോള് അപ്പൻ്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞു. അവിടെ ചില ബലപ്രയോഗം ഉണ്ടായി, റെഡ് വാളന്മാരുണ്ടായി, മഹിളാ പ്രവർത്തകരുണ്ടായി. പാർട്ടിയുടെ ബോഡിയാണ്, ആ ഡെഡ് ബോഡി പാർട്ടിയുടെ വകയാണ് എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിച്ചു. എന്തായാലും ഈ സമയത്ത് ആശ എന്ന മകള് ഹൈക്കോടതിയിൽ ഒരു പരാതി ബോധിപ്പിച്ചു. അതനുസരിച്ച് ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നത് തൽക്കാലം തടഞ്ഞു. അത് ആ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗത്തിൽ സൂക്ഷിക്കണം എന്ന് കോടതി പറഞ്ഞു. ഈ ഒരു സംഭവത്തിൽ ഒരു പാർട്ടിക്കാരന് ആദർശപരമായും ആശയപരമായും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഈ ലോറൻസ്. അറിയപ്പെടുന്ന മതേതരവാദിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാർ അവർ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ്, യാക്കോബ വിഭാഗത്തിൽപ്പെട്ടവരാണ്, അടിയുറച്ച വിശ്വാസികളാണ്. ലോറൻസ് കമ്മ്യൂണിസ്റ്റുകാരനായപ്പോൾ മകളെ കെട്ടിച്ചെടുക്കാൻ അവർ വിമുഖത കാണിച്ചു. പാർട്ടി ഇടപെട്ടു, കല്യാണം നടക്കില്ല. പക്ഷേ പാർട്ടി പറഞ്ഞ് പള്ളിയിൽ പോയി വിവാഹം കഴിക്കുന്നതിന് തടസ്സമില്ല. ആ തടസ്സം മാറി. പള്ളിയിൽ പോയി വിവാഹം കഴിച്ചു, പിന്നെ ജീവിച്ചു. 2-3 മക്കളായി. ഒരു മകനെ ഹൈക്കോടതി വക്കീലാന്ന് തോന്നുന്നു. അത് രാഷ്ട്രീയമായി ഭിന്ന അഭിപ്രായം കൊണ്ട് തൻ്റെ മകള് തന്നെ നോക്കിയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഏതായാലും 2-3 മക്കൾ അദ്ദേഹത്തിനുണ്ട്. ഒരു വിശ്വാസം അനുസരിച്ച് പാർട്ടിക്കാർക്ക് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ആദർശ വിശ്വാസങ്ങളെല്ലാം ജീവിച്ചിരുന്നപ്പോഴാണ്. അദ്ദേഹം മരിച്ചു, ജഡമായി മാറി. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഭൗതികമായ സ്വത്തുക്കൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ബില്ലനുസരിച്ചും കാര്യങ്ങളനുസരിച്ച് നിയമപരമായി ഇന്ത്യൻ നിയമം അനുസരിച്ച് മാറ്റാം. അത് അവകാശം പറഞ്ഞാൽ കൊടുക്കാം സ്വത്തുക്കൾ. ആശയം ആദർശങ്ങൾ ഒരാൾ മരിക്കുന്നതോടുകൂടി അത് മണ്ണടിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അദ്ദേഹം ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് ഇവിടെ ഇന്ത്യയിലെ പ്രബല സമുദായങ്ങൾ, ഹിന്ദു സമുദായം, ക്രിസ്ത്യൻ സമുദായം, മുസ്ലിം സമുദായം, ഓരോരുത്തർക്കും അവരവരുടെ കുടുംബത്തിലൊരു അംഗം മരണപ്പെട്ടാൽ ആ ആചാരപ്രകാരമാണ് അവരെ അടക്കുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റികൾ ഭൂരിപക്ഷം ആൾക്കാർ ജഡം ദഹിപ്പിക്കും. ക്രിസ്ത്യൻ സമുദായം, മുസ്ലിം സമുദായം പള്ളിയിൽ അടക്കും. അങ്ങനെ ഓരോ സമുദായത്തിനും ഒരു മനുഷ്യന് എത്ര വലിയ വ്യക്തിയായാലും ശരി, ജഡമായി കഴിഞ്ഞാൽ അതിന് പാർട്ടിക്ക് അവകാശമില്ല എന്നാണ് ഞാൻ കരുതുന്നത്.
ആദർശപരമായി ആശയപരമായി പാർട്ടിയോട് ചേർന്ന് നിന്ന് ഇത്ര നാൾ സഞ്ചരിച്ചു. ജഡമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ആണ് മെഡിക്കൽ കോളേജ് കൊടുക്കുന്നത് എന്നൊരു വാദഗതി വന്നു. അതൊക്കെ നമ്മൾ ഭൗതിക കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കാം. ആശയപരമായി ആദർശപരമായി അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ, സംശയമില്ല. പക്ഷെ ജഡമായി കഴിഞ്ഞാൽ പാർട്ടിക്ക് അതിനകത്ത് അവകാശമുണ്ടോ? അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കല്ലേ? അവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉദിക്കുന്നത്. ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ജഡത്തോടു കൂടി അവസാനിച്ചു. ജഡമായി കഴിഞ്ഞാൽ അത് തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുടെ ആഗ്രഹം പള്ളി കൊണ്ടടക്കണമെന്നാണ്. മകന് ഇത് ഈ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിന് പഠിക്കാൻ വിട്ടുകൊടുക്കണമെന്ന്. എന്തായാലും ഈ സംഭവം നമ്മൾ സാധാരണഗതിയിൽ ഭൗതികമായ സ്വത്തുക്കൾ വീതം വെക്കുന്ന പോലെ ഒരു ഡെഡ് ബോഡിക്ക് വെക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സക്സഷൻ ആക്ട് പ്രകാരം അത് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ്, റൈറ്റ്, ഹാബിറ്റ്, ലൈബിലിറ്റി, ഇതൊക്കെ 295 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് കൈമാറാം. പക്ഷെ ഒരു ജഡം കൈമാറുന്നതിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്പെഷ്യൽ ലീവ് സുപ്രീം കോർട്ട് വരെ 136 അനുസരിച്ച് ഈ കാര്യത്തിൽ പോകും എന്ന് തോന്നുന്നു. ആർട്ടിക്കിൾ 19(1), ആർട്ടിക്കിൾ 25(1) പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ് വിശ്വാസം, ഫണ്ടമെന്റൽ റൈറ്റിലാണ് വിശ്വാസം കിടക്കുന്നത്. അത് അനുസരിച്ച് വിശ്വാസത്തെ പറ്റി നമുക്ക് ഒരു പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അത് വ്യക്തികളുടെ കാര്യമാണ്. ആ വ്യക്തി ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആദർശത്തിലും ആശയത്തിലും ജീവിച്ച ആളാണ്. മരിച്ചു കഴിഞ്ഞപ്പം ആദർശവും അദ്ദേഹത്തിൻ്റെ ഇതും ജഡമായി അതെല്ലാം വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ നിന്നും അതെല്ലാം വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജഡം ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ ആദർശങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് അത് വീട്ടുകാർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. വീട്ടുകാർ തമ്മിൽ ചില പൊരുത്തക്കേടുകൾ ഈ കാര്യത്തിൽ ഉണ്ടായി, അത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ പാർട്ടി അവസാനം പള്ളിക്ക് വിധേയമായി പള്ളിയുടെ അനുസരിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. അവിടെ പാർട്ടിക്ക് അതൊരു നല്ല തീരുമാനമായിരുന്നു. അതനുസരിച്ച് അദ്ദേഹം പള്ളിയിൽ പോയി വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. പാർട്ടികൾ നമുക്കറിയാം, ചില വിവാഹങ്ങളൊക്കെ പാർട്ടി നടത്തി കൊടുക്കും, പാർട്ടി തീരുമാനിക്കും. അതും ആശയപരമായി അത് എതിർപ്പായ ഒരു മേഖല തന്നെയാണ്. ഒരാളുടെ വിശ്വാസം അനുസരിച്ച് പാർട്ടിയിലെ വിവാഹം കഴിക്കണമെന്ന് കഴിച്ചോളൂ. പക്ഷേ കമ്പൽസറി ആയിട്ട് പാർട്ടി അംഗങ്ങളെ വിവാഹം കഴിപ്പിക്കാൻ അത് ഫണ്ടമെന്റൽ റൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ആർട്ടിക്കിൾ 19(1) 25(1) അനുസരിച്ച് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ റൈറ്റ് അനുസരിച്ച് ജീവിക്കാമെങ്കിലും അദ്ദേഹം ഡെഡ് ആയി കഴിഞ്ഞാൽ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. അദ്ദേഹത്തിനെ ജനിപ്പിച്ച മാതാപിതാക്കളുണ്ടാവും, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുണ്ടാവും, സഹോദരികളുണ്ടാവും. അവരെ ബോഡിയുടെ സക്സഷൻ അല്ലെങ്കിൽ ആ സമയത്ത് റൈറ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യം പോകുമെങ്കിലും ഡെഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അവകാശം, അതിനെപ്പറ്റി തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഈ സുപ്രീം കോടതിയിലൊക്കെ പുതിയ ഈ ഒരാശയത്തിൻ്റെ പുറത്ത് തീരുമാനമെടുക്കേണ്ടിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു സംഭവത്തിന് ഇനിയും ലിറ്റിഗേഷൻ ഉണ്ടാവും. ഹൈക്കോടതി ഇപ്പം ഇടപെട്ടു. ആ ഡെഡ് ബോഡിയിൽ ഒരു തീരുമാനം ഉണ്ടാകണം. ഒരു മകള് ആ ഡെഡ് ബോഡി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അമ്മയുടെ ആഗ്രഹം അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഈ പെൺകുട്ടി ആശയുടെ ആഗ്രഹം അനുസരിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ ഒപ്പം ആ ഡെഡ് ബോഡി, ഭർത്താവിൻ്റെ ശരീരം അല്ലെങ്കിൽ ആ ഡെഡ് ബോഡി പള്ളി കൊണ്ട് അമ്മയുടെ ഒപ്പം അടക്കണം, അമ്മയുടെ ശവക്കല്ലറയിൽ അടക്കണം എന്ന് അമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നു. അതൊരു ഭാര്യയാണ്, അവകാശമാണ്. അത് പാർട്ടിക്ക് തീരുമാനിക്കാൻ ഒക്കില്ല. ആ കുടുംബത്തിലെ വീട്ടിലെ അംഗങ്ങളുടെ പൊതുസമ്മതപ്രകാരം അവർ തീരുമാനിക്കട്ടെ. അതിനകത്ത് രാഷ്ട്രീയപര പാർട്ടികൾ ഇടപെടരുത്, തീരുമാനമെടുക്കരുത്. ഏതായാലും നാടകീയ രംഗങ്ങൾ അവിടെ സൃഷ്ടിച്ചത് ബലപ്രയോഗം കണ്ടു. ബലം പ്രയോഗിച്ച ആ ഡെഡ് ബോഡി അവിടുന്ന് കൊണ്ടുപോയി പാർട്ടിക്കാർ. അത് ശരിയായ നടപടിയാണോ എന്ന് പാർട്ടി ചിന്തിക്കണം ഇനി. കാരണം ആദർശപരമായ ജീവിതം നയിച്ചോട്ടെ, പാർട്ടിയുടെ ഐഡിയോളജി അനുസരിച്ച് പ്രവർത്തിച്ചോട്ടെ. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അയാളെ പാർട്ടി അല്ല തീരുമാനമെടുക്കേണ്ടത്, അത് വീട്ടുകാരുടെ അന്വേഷണം. വീട്ടുകാർ ഒരു സമവായം ഉണ്ടാക്കും ആ കാര്യത്തിൽ. അങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ഡിസ്പ്യൂട്ട് ഉണ്ടാവും.
പലരും ദഹിപ്പിക്കണമെന്ന് തോന്നും, ചിലപ്പോൾ അടക്കണമെന്ന് തോന്നും, ചില മതാചാരം അനുസരിച്ച് പോകണമെന്ന് പറയും, ചിലർ ഡെഡ് ബോഡി വിട്ടുകൊടുക്കണമെന്ന് പറയും. അത് വീട്ടുകാരുടെ പൊതുവായ ഒരു സമ്മതത്തോടെ മാത്രമേ നടത്താവുള്ളൂ. ഏതായാലും കേരള ഹൈക്കോടതി കൃത്യമായി ഇടപെട്ടു സമയത്ത് ആ ഡെഡ് ബോഡി അനാട്ടമി വിഭാഗത്തിൽ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കരുത്, കാരണം അതിനകത്തൊരു തീരുമാനം ഉണ്ടാകണം. ഏതായാലും സുരക്ഷിതമായിട്ട് ബോഡി അനാട്ടമി വിഭാഗത്തിൽ ഇരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഇതിനൊരു ലിറ്റിഗേഷൻ ധാരാളം നടക്കും. അവർ മാർക്സിസ്റ്റ് പാർട്ടി ഐഡിയോളജിയിലല്ല ഇപ്പം ആ മക്കളും ഒക്കെ അവരുടെ മക്കളും പോകുന്നത്. അവർ BJPയിലെ ആ ഐഡിയോളജിയിലേക്ക് പോയി എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആശയം അനുസരിച്ച്, അല്ലെങ്കിൽ BJPയുടെ ആശയം അനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവരവരുടെ മതാചാര പ്രകാരം അടക്കണം, രാഷ്ട്രീയപരമായ ആചാരപ്രകാരമല്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഡെഡ് ബോഡി അവിടെ ഇരിക്കും കുറേ നാളുകൾ. അത് തീർച്ചയായിട്ടും അതിലൊരു തീരുമാനം, അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ പാർട്ടിയും ശ്രമിക്കണം, അതുപോലെ വീട്ടുകാരും ശ്രമിക്കണം, പൊതുവായ ഒരു സമവായം ഉണ്ടാക്കണം. ഏതായാലും വീട്ടുകാരുടെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങളെ പരിഗണിക്കണം. മക്കള് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും ആ മക്കളെ ജനിപ്പിച്ചത് ആ ഭാര്യയും ഭർത്താവും കൂടെയാണ്. അതുകൊണ്ട് ഭാര്യയുടെ ആഗ്രഹം പരിഗണിക്കണം, ഭർത്താവിൻ്റെ ആഗ്രഹം കൂടെ പരിഗണിക്കണം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്വബോധം ഉണ്ടായിരുന്നോ, ബോധവാനായിരുന്നോ, അദ്ദേഹം അങ്ങനെ കൃത്യമായ അദ്ദേഹത്തിന് ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ 100,000 എവിഡൻസ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ഇഷ്യൂ ആക്കി പാർട്ടിയോ വീട്ടുകാരും മുന്നോട്ട് കൊണ്ടുപോകാതെ ആ മഹാനായ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഡെഡ് ബോഡി, മൃതശരീരം, അത് വീട്ടുകാരുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.